Welcome to the next class in current electricity. Today in this class we will discuss the concept of electric resistance. Electric resistance എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ മനസ്സിലാക്കാം. It is a resistance offered against the flow of electric current. ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ there will be large number of free electrons. ഈ ഫ്രീ ഇലക്ട്രോൺ എല്ലാം കണ്ടക്ടറിൽ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ലാസ്റ്റ് ക്ലാസ്സിൽ ഇറ്റ് ഈസ് മൂവിങ് ത്രൂ എ മെക്കാനിസം കാൾഡ് ഡ്രിഫ്റ്റിംഗ്. അതിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടും ഇൻ ദ പ്രസൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നിങ്ങളൊരു ബാറ്ററി കണക്ട് ചെയ്താൽ ആ ബാറ്ററിയുടെ ഇൻഫ്ലുവൻസിൽ അതിലുള്ള ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യണം. സോ ഡ്യൂരിങ് ഡ്രിഫ്റ്റിംഗ് ദേ ആർ കൊളൈഡിങ് വിത്ത് ദി ലാറ്റിസ് അയോൺസ്. അപ്പോൾ ഈ കൊളീഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് ഇൻ എ വേ ദാറ്റ് കൊളീഷൻ ഈസ് ഒപ്പോസിങ് ദ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. So this collision between the ions and the free electrons will result in a property called a resistance. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കുറയും. സോ ഇറ്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്ന് പറയും. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഫോർ എ ഗിവൺ കണ്ടക്ടർ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഒരു തന്നിരിക്കുന്ന കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് the current will be proportional to the potential difference across the ends of the conductor. Or in a reverse manner, we can say the potential difference across the ends of the conductor will be proportional to the current passing through it. V is proportional to I. Or we can write V is equal to IR, where R is a constant called the resistance of the conductor. And this law is called Ohm's law. So Ohm's law can be stated as for a given conductor at constant temperature, the current passing through the conductor is directly proportional to the potential difference across the ends of the conductor. This is Ohm's law. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ക്വാണ്ടിറ്റി വന്നു, റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളതാണ്. സോ ഇഫ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ദ കറണ്ട് വിൽ ബി സ്മോൾ. എന്ന് വെച്ചാൽ ഒരു വലിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കറണ്ടേ പാസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. അതല്ല, നിങ്ങൾ വളരെ ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോഴേക്കും നല്ലപോലെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിലോ അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ സ്മോൾ ആണ്. അപ്പോൾ വളരെ ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതൊരു ബാഡ് കണ്ടക്ടർ ആയിരിക്കും. അത്രത്തോളം നല്ലൊരു കണ്ടക്ടർ ആവില്ല അത്. റെസിസ്റ്റൻസ് വളരെ ലോയോ ഹൈയോ എല്ലാം വരാം. ദെൻ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ളത് ഇറ്റ് ഈസ് വോൾട്ട് പെർ ആംബിയർ. അതല്ലെങ്കിൽ പറയുന്ന വേറൊരു പേരാണ് ഓം എന്നുള്ളത്. ഇനി റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് കണ്ടു, ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന കണ്ടക്ടറിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഈ റെസിസ്റ്റൻസ് എന്നുള്ളത് കണ്ടക്ടർ മാറുന്ന സമയത്ത് റെസിസ്റ്റൻസ് മാറുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ കോപ്പറിൻ്റെ റെസിസ്റ്റൻസും അയണിൻ്റെ റെസിസ്റ്റൻസും സെയിം ആവില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ മാറുമ്പോഴും റെസിസ്റ്റൻസ് മാറും. കോപ്പർ തന്നെ പല ടെമ്പറേച്ചറിലാണെങ്കിൽ അതിന് പല റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ വേറൊരു കൺസെപ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റെസിസ്റ്റിവിറ്റി എന്നുള്ള. റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്നുള്ളത് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ലെങ്ത് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടും. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ അതിൻ്റെ തിക്നെസ് കൂടുന്തോറും റെസിസ്റ്റൻസ് കുറഞ്ഞുകൊടുക്കും. നമുക്കറിയാം തിക്നെസ് കൂടുന്തോറും അതിന് കൂടുതൽ പാത്ത് കിട്ടണം ഫ്ലോ ചെയ്യാൻ. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ആൾസോ റെസിസ്റ്റൻസ് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. ഡിഫറെൻറ്റ് മെറ്റീരിയലിന് ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ, ആ ഒബ്ജക്റ്റ് തന്നെ. ഇപ്പോൾ അയൺ എന്നുള്ളതൊരു മെറ്റീരിയലാണ്, കോപ്പർ എന്നുള്ള വേറെ മെറ്റീരിയലാണ്, അലൂമിനിയം വേറെ ഒന്നാണ്, ഗോൾഡ് വേറെ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ പല മെറ്റീരിയലും ഒരേ ലെങ്ത്തിലും ഏരിയാസ് ക്രോസ് സെക്ഷനിൽ എടുക്കുകയാണെങ്കിലും പലതിനും പല റെസിസ്റ്റൻസ് ആയിരിക്കും, ബിക്കോസ് ദ മെറ്റീരിയൽ ഈസ് ഡിഫറൻറ്റ്. പിന്നെ മറ്റൊന്നുള്ളത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും റെസിസ്റ്റൻസ് എന്നുള്ളത്. ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒരേ ലെങ്ത്തും ഒരേ മെറ്റീരിയലും എടുക്കുകയാണെങ്കിലും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പോൾ റെസിസ്റ്റൻസ് 4 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 2 ഫാക്ടർ ഫിക്സ് ചെയ്ത് വെക്കാനുള്ളത്. ദാറ്റ് ഈസ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. നമ്മൾ മെറ്റീരിയലും ടെമ്പറേച്ചറും മാറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് പിന്നെ 2 പ്രൊപ്പോർഷണൽ ആവും. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ, റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. സോ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ, or resistance R is equal to a constant rho into L by A. This constant rho is called resistivity of the material. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ
റെസിസ്റ്റിവിറ്റി എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് only on the material and temperature. It is independent of length or area of cross section. ലെങ്ത്തിനും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് only on two factors, that is material of the conductor and temperature of the conductor. ഇനി ഇതിൻ്റെ യൂണിറ്റ് വരുന്നുണ്ടാവുക ഓം മീറ്റർ സ്ക്വയർ പെർ മീറ്റർ എന്ന് വരും, അതായത് ഓം മീറ്റർ എന്ന് വരും. ഓം മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ എന്നാണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ, എൽ ഈസ് ഈക്വൽ ടു 1 മീറ്റർ, ദെൻ റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് വരും. ദറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ക്യൂബ്, റെസിസ്റ്റൻസ് ഓഫ് എ ക്യൂബ് ഓഫ് ദ മെറ്റീരിയൽ അലോങ് എനി ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ, ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പാരലൽ ടു ദി എനി വൺ ഓഫ് ദ ഫേസസ് ഓർ പെർപെൻഡിക്കുലർ ടു ദ ടു ഫേസസ്. ഒരു ഫേസിന് പാരലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. കാരണം ഒരു ഫേസിന് പാരലൽ എന്ന് പറയുമ്പോൾ വേറെ രണ്ട് ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടും പോകുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള റെസിസ്റ്റൻസ് അതിന് ഈക്വലാണ് എന്ത്? റെസിസ്റ്റിവിറ്റി എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മുമ്പ് ചെയ്ത ഇക്വേഷൻ I is equal to NA EVD എന്നുള്ളതെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് മാത്തമാറ്റിക്കലി ഒരു പ്രൂവ് ചെയ്യും, ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട്. ഇതൊരു അപ്രോക്സിമേറ്റ് ഡെറിവേഷനാണ്. ആക്ച്വലി ഇതെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് അത്രത്തോളം അക്യുറേറ്റ് അല്ല. എന്നാലും നമുക്കൊരു അപ്രോക്സിമേറ്റ്, ഒരു സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ എന്നെല്ലാം പറയാം വെച്ചിട്ട് ഈ ഓംസ് ലോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിറൈവ് ചെയ്യാം using I is equal to NA EVD. So for that we consider a conductor of length L, area of cross section A, connected with a battery of potential difference V. But ഇവിടെ the current passing through the conductor is already derived. I is equal to NA EVD, where N is the number of free electrons per unit volume, E is the charge of the electron, and VD is the drift velocity. The drift velocity VD is equal to E tau by M, where tau is the relaxation time that is discussed in the last class. ഇതിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് NA E സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ഇ എന്ന് വരും. ഇ എന്നുള്ളത് ഇറ്റ് ഈസ് വി ബൈ എൽ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതുകൂടെ കൊടുക്കുകയാണെങ്കിൽ വി ബൈ എൽ എന്ന് വരും. സോ വി ക്യാൻ റൈറ്റ് വി ഈസ് ഈക്വൽ ടു ML ബൈ NE സ്ക്വയർ ടോ ഇൻറ്റു എ ഇൻറ്റു ഐ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു, this is M is a constant, N is a constant, E is a constant, tau is a constant, L and A, all of them are constant for a given material at a given temperature. So we can say that V is proportional to I എന്ന് പറയാം, or V is equal to I into R എന്ന് പറയാം, where R stands for M by NE square tau into L by A. Also comparing with R is equal to rho L by A, we see that rho is equal to M by NE square tau. R is equal to rho into L by A ആണ്. ഇവിടെ കിട്ടുന്നത് M by NE square tau into L by A ആണ്. അപ്പോൾ റോയുടെ സ്ഥാനത്തുള്ളത് M by NE square tau എന്നാണ്. So we have derived, in fact we have derived the Ohm's law and also the expression for resistivity, and we have shown that the resistance is directly proportional to L and inversely proportional to A. Now, ഈ ഒരു റെസിസ്റ്റിവിറ്റിയുടെയും റെസിസ്റ്റൻസിൻ്റെയും റിലേഷനിൽ വി ക്യാൻ സീ ദ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി ഓൺ ടെമ്പറേച്ചർ. ഇവിടെ ഇൻ ദ കേസ് ഓഫ് എ കണ്ടക്ടർ, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ തെർമൽ എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ്. തെർമൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ കൊളൈഡ് മോർ ഫ്രീക്വൻ്റ്ലി. ആ ഇലക്ട്രോണും അയോണും തമ്മിലുള്ള അല്ലെങ്കിൽ ലാറ്റിസും തമ്മിലുള്ള കൊളീഷൻ it becomes more and more frequent. വളരെ പെട്ടെന്ന് കൊളൈഡ് ചെയ്യുന്ന മീനിങ് എന്താണ്? The time interval between two successive collisions decreases, that is relaxation time decreases. If relaxation time decreases, then the resistivity and also the resistance, both of them increase. So we can say that in the case of conductors, in the case of ordinary metallic conductors, as temperature increases, the resistance and also the resistivity and resistance of the conductor will increase. Then also we can see that from this expression R is proportional to L by A, and also we see that from this expression rho depends on N and tau. M and E are constants. So N എന്നുള്ളത് എന്താണ്? It is number of electrons per unit volume.
നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആൻഡ് ട്വൈസ് ദ റിലാക്സേഷൻ ടൈം. ഈ രണ്ട് ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യും, ദേ വേരീസ് ഫ്രം മെറ്റീരിയൽ ടു മെറ്റീരിയൽ ആൻഡ് ദിസ് ടോ ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. സോ this is the derivation of this Ohm's law and the expression for resistivity and dependence of resistance and resistivity on different factors. So the next remaining portion will be discussed in the next class. Thank you for watching this.